അപ്പോൾ സെം 2-ലെ നമ്മുടെ പോർഷൻസ് എന്ന് വെച്ചാൽ ഗ്രാമർ പോർഷൻസ് ആണ്. അപ്പോൾ ഗ്രാമർ പോർഷൻസ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത് ഓരോരോ കോൺസെപ്റ്റിൻ്റെയും ഡെഫിനിഷൻസും പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഡെഫിനിഷൻ ഏകദേശം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഈസി ആയിരിക്കും. പിന്നെ ഈ ടെക്സ്റ്റിലുള്ള അതേ എക്സാമ്പിൾസൊക്കെ തന്നെ ചോദിക്കാൻ വഴിയുള്ളൂ, പുറത്തുനിന്ന് വരാൻ ചാൻസസ് കമ്മിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് തന്നെ ഫോക്കസ് ചെയ്താൽ മതിയാവും. स्टार्ट ചെയ്യാം. फर्स्ट चैप्टर शब्द विचाराണ്. शब्दന്റെ डेफिनेशन എന്ന് വെച്ചാൽ एक या एक से अधिक अक्षरों के सार्थक योग को शब्द कहते हैं. എന്ന് വെച്ചാൽ ഒന്നോ ഒന്നിൽ കൂടുതലോ അക്ഷരങ്ങൾ, നമുക്ക് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ആൽഫബറ്റ്സ്. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ആൽഫബറ്റ്സ്, മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഒക്കെ ആണെങ്കിൽ കുറേ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിയതാണ് ശബ്ദം എന്ന് പറയുന്നത്, ഒരു വേർഡ് ഉണ്ടാവണത്. പക്ഷെ ഏതെങ്കിലും കുറേ വേർഡ്സ് എടുത്തിട്ട് വെറുതെ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് ആവില്ലല്ലോ. അതിനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അല്ലെങ്കിൽ ഫോമിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ അതിനെ വേർഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ एक या एक से अधिक अक्षरों के सार्थक എന്ന് വെച്ചാൽ മീനിങ് ഫുൾ എന്നാണ് അർത്ഥം. മീനിങ് ഫുൾ. योग എന്ന് വെച്ചാൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ജോയിനിങ് എന്നുള്ള വേർഡ് മീനിങ്ങാണ് വരുന്നത്. അപ്പോൾ एक या एक से अधिक अक्षरों के സാർത്ഥക് योग അല്ലെങ്കിൽ സാർത്ഥക് സമൂഹ് എന്ന് പറയാം, ഗ്രൂപ്പ് തന്നെയാണ് അർത്ഥം. को शब्द कहते हैं. ഇതിൽ ഈ ഡെഫിനേഷനിൽ സാർത്ഥക് എന്നുള്ള വേർഡ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ അർത്ഥം തന്നെ അങ്ങോട്ട് മാറും. അപ്പോൾ അവിടെ നമുക്ക് മാർക്ക് കിട്ടില്ല. സോ ശബ്ദന്റെ ഡെഫിനേഷൻ എഴുതുമ്പോൾ എപ്പോഴും एक या एक से अधिक अक्षरों के सार्थक योग को शब्द कहते हैं എന്ന് എഴുതണം. ഇനി അതിന് എക്സാമ്പിൾ നമുക്ക് എന്ത് വേർഡ്, ഹിന്ദിയിൽ എന്ത് വേർഡ് എഴുതിയാലും പറ്റും. ഇനി ഈ ശബ്ദനെ നമ്മൾ 4 ബേസിസിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ എന്ന് വെച്ചാൽ അർത്ഥ കെ ആധാർ पर ആണ്. അർത്ഥ കെ ആധാർ पर എന്ന് വെച്ചാൽ മീനിങ്ങിൻ്റെ ബേസിസിൽ ഓരോ വേർഡിൻ്റെയും മീനിങ്ങിന് എങ്ങനത്തെ മീനിങ് ആണ് ആ വേർഡ് അല്ലെങ്കിൽ ആ സെൻറ്റൻസ് തരുന്നത്, അതിനനുസരിച്ചിട്ട് വേർഡ്സിന് വേറെ വേറെ മീനിങ്, വേറെ വേറെ ടൈപ്സ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് വ്യുത്പത്തി അഥവാ ബനാവട്ട് കെ ആധാർ पर എന്ന് വെച്ചാൽ വ്യുത്പത്തിയും ഉത്പത്തി ഉണ്ട് കേട്ടോ. ഡിഫറൻസ് എന്താ വെച്ചാൽ വ്യുത്പത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ വേർഡ് ഫോം ചെയ്യണത് എന്നുള്ളതാണ്. ഫോർമേഷനിലാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഉത്പത്തി എന്ന് വെച്ചാൽ ഒറിജിൻ, എവിടെ നിന്നാണ് ആ വേർഡിനെ എടുത്തിരിക്കണത് എന്നുള്ളത് നോക്കണേനാണ് ഒറിജിൻ, ഉത്പത്തി എന്ന് പറയുക. അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ അർത്ഥ കെ ആധാർ पर കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യുത്പത്തി കെ ആധാർ पर ആണ്, എന്ന് വെച്ചാൽ ഫോർമേഷൻ കെ ആധാർ पर. പിന്നെ ചെയ്തിരിക്കുന്നത് ഉത്പത്തി, ഒറിജിൻ്റെ ബേസിസിലാണ് വേർഡ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ് വന്നിട്ടുണ്ട്, നമ്മുടെ കൺട്രിയിൽ നിന്ന് തന്നെ ഉണ്ടായ വേർഡ്സ് ആണോ അതോ വേറെ വല്ല ലാംഗ്വേജിൽ നിന്ന് എടുത്തതാണോ, ഇതൊക്കെയാണ് ഉത്പത്തിയിൽ പഠിക്കണത്. പിന്നെ ലാസ്റ്റ് വരുന്നത് പ്രയോഗ് കെ ആധാർ पर ആണ്, യൂസേജിൻ്റെ ബേസിസിലാണ്. നമ്മൾ ഒരു സെൻറ്റൻസിൽ ആ വേർഡ് യൂസ് ചെയ്യുമ്പോൾ അത് കാണിക്കുന്ന 2 ടൈപ്സ് ആണ് പ്രയോഗ് കെ ആധാർ परൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചെറിയ ചാപ്റ്ററാണ്. വേർഡിൻ്റെ ഡെഫിനിഷൻ ഇതിൽ ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ 4 ബേസിസിലാണ് ഡിവൈഡ് ചെയ്യണത്. എന്തൊക്കെയായിരുന്നു? अर्थ के आधार पर, व्युत्पत्ति के आधार पर, उत्पत्ति के आधार पर और प्रयोग के आधार पर. ഇനി അർത്ഥ കെ ആധാർ പറിൽ എങ്ങനെ നോക്കാം. അർത്ഥൻ്റെ മീനിങ് എങ്ങനത്തെയാണെന്നുള്ളതിൻ്റെ ബേസിസിൽ 3 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വാചക് ശബ്ദം എന്നാണ്. ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് എന്ന് വെച്ചാൽ जिनका एक मुख्य अर्थ होता है जो सुगमता से समझ में आता है. എന്ന് വെച്ചാൽ ആ ഒരു വേർഡിന് ആ സെൻറ്റൻസിൽ അതേ മീനിങ് എന്ന് വെച്ചാൽ അത് പറഞ്ഞ അതേ ലിറ്ററൽ മീനിങ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ വേർഡ്സിനെയൊക്കെ നമുക്ക് വായിച്ചാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നല്ല സുഖമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് ഈ സുഗംതാസെ സമജ് മേ ആത്ത എന്ന് പറയണോണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ അതിൻ്റെ മീനിങ്, അതിൻ്റെ മെയിൻ മീനിങ് എന്താണെന്നുള്ളത് വേർഡ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിനെയാണ് വാചക് ശബ്ദം എന്ന് പറയുക. ഇനി സെക്കൻഡ് വൺ എന്തായാലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. വായിച്ചു കഴിഞ്ഞാൽ ആ മീനിങ് എന്താ ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല അതിനുണ്ടാവുക. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ डेफिनेशन എങ്ങനെ, जिनसे रूढ़ी के कारण या किसी प्रयोजन के लिए मुख्यार्थ से संबंध किसी अन्य अर्थ का बोध होता है. എന്ന് വെച്ചാൽ रूढ़ी के कारण या किसी प्रयोजन के लिए എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് സെൻറ്റൻസിൽ എങ്ങനെയാണ് അതിൻ്റെ സെൻറ്റൻസിൽ ഉള്ള യൂസേജ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറയണ വേർഡ് അതിൻ്റെ മുമ്പത്തെ വേർഡിനായിട്ട് റിലേറ്റ് ചെയ്യണ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് എടുത്തിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ജിൻസെ रूढ़ी के कारण या किसी प्रयोजन के लिए मुख्य अर्थ से संबंध എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു
കാര്യം ഒരു പെർട്ടിക്കുലർ സാധനത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് കാണിക്കാനാണ്, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു മേജർ ക്യാരക്ടറിസ്റ്റിക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വേർഡിനെ യൂസ് ചെയ്തിടണം. അല്ലാണ്ട് അതിന്റെ ലിറ്ററൽ മീനിങ് എടുക്കാനല്ല എന്നുണ്ടെങ്കിൽ അതിനെ ലാക്ഷണിക് ശബ്ദ്. അത് ഓർത്തേക്ക് എന്താ ഒരു ലക്ഷണം. ഒരു ഇപ്പോൾ രാമു ഗദ ഹെ എന്ന് വെച്ചാൽ രാമു ഒരു കഴുതയാണെന്നാ പറയണം. പക്ഷെ അതിന്റെ അർത്ഥം ശരിക്കും ആ ആള് കഴുത എന്നുള്ള അനിമൽ അല്ല. പക്ഷെ കഴുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധി ഇല്ലാത്ത പൊട്ടൻ എന്നൊക്കെ പറയണ അർത്ഥമാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഈ ഗധ കഴുത എന്നുള്ളതിന്റെ ഒരു ലക്ഷണം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത് രാമുവിന് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ പറയണത്. അതാണ് ലാക്ഷണിക് ശബ്ദ്. അത് മനസ്സിലായില്ലേ? ഇനി പിന്നെ വരുന്നത് വ്യഞ്ജക് ശബ്ദമാണ്. ഇത് രണ്ടും അല്ലാതെ എന്ന് വെച്ചാൽ അതിന്റെ ലിറ്ററൽ മീനിങ്ങും അല്ല, എന്നാ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മീനിങ്ങേ അല്ല. നമ്മളിപ്പോ ഒരാള് എന്താ പറയാ എക്സാമില് ഫെയിൽ ആയി വിചാരിച്ചു, അപ്പോൾ നമ്മൾ എന്താ പറയാ, എടാ ബുദ്ധിമാനി എന്ന് പറയുന്ന പോലെ നമ്മൾ ആക്കി പറയില്ലേ, അതാണ് വ്യഞ്ജക് ശബ്ദത്തില്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് മീനിങ്, നമ്മൾ ആക്ച്വലി നേരെ ഓപ്പോസിറ്റ് ആണ് മീൻ ചെയ്യണ്ടാവുക. പക്ഷെ നമ്മൾ പറയുമ്പോൾ വേറെ വേർഡായിട്ടാണ് പറയുക. അപ്പോൾ വല്ല ഇതിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ എങ്ങനെയാ വെച്ചാൽ, കുരുക്ഷേത്രയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയ ഒരാളുണ്ട്. ആ ആള് ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ്, എടാ നീ ഭയങ്കര ബ്രേവ് ആണല്ലോ, ബഹാദൂർ എന്ന് വെച്ചാൽ ബ്രേവ് ആണ്, അപ്പൊ തും ബഡേ ബഹാദൂർ ഹോ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ആ ആള് ബ്രേവ് ആയതുകൊണ്ടല്ല, പക്ഷെ നേരെ തിരിച്ച് ആളൊരു കോവേഡ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്കി പറയുക ചെയ്യണം. അപ്പൊ വ്യഞ്ജക് എന്നുള്ളത് ആക്കി പറച്ചിൽ എന്നാണ് അർത്ഥം. അപ്പോൾ डेफिनेशन എങ്ങനെ, വി है जिनका ना तो मुख्य अर्थ लिया जाता है ना ही लाक्षणिक. അപ്പോൾ ഇതിൽ ബൽക്കി ജിൻസെ कोई गूढ़ या सांकेतिक अर्थ प्राप्त होता है. ഇതിലെന്താ മുഖ്യമല്ല, മുഖ്യ മീനിങ് എടുക്കുന്നത് വാചക്കാണ്, അതുമല്ല ലാക്ഷണിക്കും അല്ല, പക്ഷെ വേറെ എന്തോ ഒരു സാങ്കേതിക് അർത്ഥ അല്ലെങ്കിൽ ഗൂഢമായിട്ട് നിഗൂഢം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ അർത്ഥമുള്ള വേർഡ്സിനെയാണ് നമ്മൾ വ്യഞ്ജക് എന്ന് പറയാം. അപ്പോൾ അർത്ഥയ്ക്ക് ആധാർ पर എന്തൊക്കെയായിരുന്നു, വാചക്കുണ്ട്, ലാക്ഷണിക്കുണ്ട്, വ്യഞ്ജക്കും ഉണ്ട്. ഇനി ഫോർമേഷന്റെ ബേസിസിലാണ് വ്യുത്പത്തി അഥവാ ബനാവട്ട് के आधार पर. അവിടെ എന്തൊക്കെയാ, അവിടെയും മൂന്നെണ്ണാണ് ഉള്ളത്. ഒന്ന് റൂഡ് ഉണ്ട്, ഒന്ന് യോഗിക് ഉണ്ട്, പിന്നെ അത് രണ്ടും ചേർത്തി കഴിഞ്ഞാൽ योग റൂഡ് എന്നായില്ലേ. പേരുകൾ ഓർക്കാൻ ഇങ്ങനെയൊക്കെ എളുപ്പപ്പണികൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അതിലാദ്യം എന്താ, ഫോർമേഷന്റെ ബേസിസിൽ. അപ്പോൾ ആദ്യം റൂഡ് എന്ന് പറയുന്നത്, റൂഡ് എന്ന് വെച്ചിട്ട് നമ്മൾ റൂട്ട് എന്നുള്ള വേർഡിനായിട്ടൊന്ന് റിലേറ്റ് ചെയ്താൽ മതി. റൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് വേർഡ് എന്ന് വെച്ചാൽ മെയിൻ വേർഡായിരിക്കും. അതിനെ പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് ജോ ശബ്ദ് സാർത്ഥക് റൂപ് സെ, വെറുതെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, പക്ഷെ ഇപ്പോൾ റൂട്ട് എന്നുള്ള വേർഡ് തന്നെ എടുത്താൽ വേണമെങ്കിൽ നമുക്ക് ആറോ പിന്നെ OT എന്നൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, പക്ഷെ അതിന് മീനിങ് ഉണ്ടാവില്ല. അപ്പോൾ സാർത്ഥക് റൂപ് സെ മീനിങ് ഫുൾ ആയിട്ട് ഒരു വേർഡിനെ നമുക്ക് ഖണ്ഡിത് നഹി കിയ ജാ സക്ത എന്ന് വെച്ചാൽ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് ഒപ്പം നിൽക്കുമ്പോൾ ഒരൊറ്റ മീനിങ്ങും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റൂഡ് ശബ്ദം എന്ന് പറയാം. അപ്പോൾ ആങ്ക്, കാൻ, നദി ഇതിനൊന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി യോഗിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ, നമ്മൾ രണ്ട് വേർഡ്സ് ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. ദൂത് എന്നെടുത്തു, വാല എന്ന് കൊടുത്തു. ദൂത് വാല എന്നുള്ളത് ദൂതിനെയും വാലേനെയും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡ് തന്നെയല്ലേ, അങ്ങനെയുള്ളതിനെയാണ് യോഗിക് എന്ന് പറയുക. അപ്പോൾ രണ്ട് വേർഡ്സിനെ എടുത്തിട്ട് നേരെ അവിടെ യോജിപ്പിക്കണതിന് दो शब्दों के योग अथवा मेल से बनने वाले शब्द यौगिक शब्द कहलाते हैं. ഇത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് വേർഡ്സിനെ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ഒരു വേർഡ് ഫോം ചെയ്യണതിനാണ് യോഗിക് എന്ന് പറയുക. ഇനി योग റൂഡും യോഗിക്കും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ നീ പറയാൻ പോകുന്നത്. योग റൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻറ്റാണ്. എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ രണ്ട് വേർഡ്സിനെ ജോയിൻ ചെയ്യുന്നേ ചെയ്യണത്, പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ ഇപ്പോൾ ദൂത് വാല ജോയിൻ ചെയ്താൽ ദൂതിനെ ഇട്ടിനെ റിലേറ്റഡ് ആണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കണ ഓരോന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ മുരളീധർ എന്നുള്ള എക്സാമ്പിൾ എടുക്കുക വെച്ചാൽ, മുരളി എന്നുള്ളതൊരു വേർഡാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഓടക്കുഴൽ എന്നുള്ള ഇതുണ്ട്. ധർ എന്ന് വെച്ചാൽ അത് പിടിച്ചു നിൽക്കണ ആള് എന്നാണ്. അപ്പോൾ മുരളീധർ എന്ന് വെച്ചാൽ ശരിക്കും മുരളി പിടിച്ചു നിൽക്കണ ആള് എന്നാണ് അർത്ഥം. പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താ, കൃഷ്ണൻ എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് വേർഡ്സ് ജോയിൻ ചെയ്തിട്ട് അത് രണ്ടും അല്ലാതെ പുറത്തുനിന്നൊരു ഇന്നർ മീനിങ് എന്നൊക്കെ പറയണ പോലെ ഉണ്ടെങ്കിൽ അതാണ് योग റൂട്ട്. അപ്പോൾ ഇതാണ് വ്യുത്പത്തി के आधार पर शब्द के भेद. പിന്നെ ഉള്ളത് ഉത്പത്തിയാണ്. അപ്പോൾ ഉത്പത്തി ഞാൻ പറഞ്ഞില്ലേ, ഒറിജിൻ്റെ ബേസിസിൽ എത്ര ടൈപ്സ് ഉണ്ട് എന്നാണ്. ഒറിജിൻ്റെ ബേസിസിൽ എന്തൊക്കെയാണ്, തത്സം ഉണ്ട്, തദ്ഭവ് ഉണ്ട്, ദേശജും വിദേശിയും. അപ്പോൾ
ആദ്യത്തെ എന്താ തത്സം. തത്സം എന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റിൽ നിന്ന് എടുത്ത വേർഡ് അതേപോലെ ഹിന്ദിയിലും യൂസ് ചെയ്യുക. അതിനെയാണ് തത്സം എന്ന് പറയുക. സെയിം എന്നുള്ളതായിട്ട് ഓർത്താൽ മതി, തത്സം. അപ്പോൾ സാൻസ്ക്രിറ്റിലെ വേർഡ്സ് സെയിം ആയിട്ട് അതേപോലെ ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ഡെഫിനേഷൻ എങ്ങനെ, തത്സം ശബ്ദ് വേ ശബ്ദ് ഹെ ജോ സംസ്കൃത് സെ ജോ സെ ത്യോ ലിയേ ഗए. ജോ സെ ത്യോ എന്ന് വെച്ചാൽ അങ്ങനെ എടുത്തിരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ജോ സംസ്കൃത് സെ വൈസേ ഹി എന്ന് എഴുതിയാലും മതി, വൈസേ ഹി ലിയേ ഗए हैं. ജैसे അഗ്നി, പുത്ര, ഇതൊക്കെ സാൻസ്ക്രിറ്റ് വേർഡ്സ് ആണ്. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് ഹിന്ദിയിൽ യൂസ് ചെയ്യണുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ വേർഡ്സിനെയാണ് തത്സം എന്ന് പറയാം. ഇനി തദ്ഭവ് എന്നുള്ളത് എങ്ങനെയാ വെച്ചാൽ സാൻസ്ക്രിറ്റിൽ നിന്ന് കുറച്ച് മോഡിഫിക്കേഷൻസ്, പരിവർത്തൻ എന്ന് വെച്ചാൽ ചേഞ്ചസ് എന്നാണ് കേട്ടോ. അപ്പോൾ ജോ സംസ്കൃത് ശബ്ദ് സെ തോടാ പരിവർത്തിത് ഹോക്കർ ഹിന്ദി മേ ആ ഗए हैं എന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റിൽ നിന്ന് എടുത്തു, പക്ഷെ കുറച്ച് ചേഞ്ചസ് കൊടുന്നിട്ട് അതിനെ ഹിന്ദിയിലേക്ക് ഇട്ടിരിക്കുക ചെയ്യണം. അപ്പോൾ ആം എന്നുള്ളത് ഹിന്ദി മാംഗോ ആണല്ലോ, അത് ശരിക്കും സാൻസ്ക്രിറ്റ് വേർഡ് ആമ്ര എന്നുള്ളതെന്ന് എടുത്തിരിക്കുകയാണ്. ലാസ്റ്റിലെ സൗണ്ട് എടുത്ത് മാറ്റിയിട്ടേ ഉള്ളൂ. ആഗ് എന്നുള്ളത് അഗ്നിന്ന് എടുത്തിരിക്കുകയാണ്. പിന്നെ സോ എന്നുള്ളത് ഷത്ത് എന്ന് പറഞ്ഞ അങ്ങനെ ഉള്ള വേർഡ്സിനെയാണ് തദ്ഭവ് എന്ന് പറയുക. ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ, കാരണം ഇതിൽ തന്നെ ചോദിക്കാനാണ് സാധ്യത, പുറത്തൊന്നും ചോദിക്കില്ല. ചോദിക്കുകയാണെങ്കിൽ അത്രയും ഈസി ആയതേ ചോദിക്കുള്ളൂ. ഈ ദേശജ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ദേശത്തിലുണ്ടായ വേർഡ്സ് ആണ്. അപ്പോൾ അവരുടെ വ്യുത്പത്തി എന്ന് വെച്ചാൽ അവരുടെ ഫോർമേഷൻ എങ്ങനെയെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ സാൻസ്ക്രിറ്റിൽ നിന്ന് കൊടുന്നതാണോ അല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വേർഡിൻ്റെ എന്തിനേലും ആയിട്ട് ഇപ്പം ആമ്രനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയോണ്ടാണ് അത് സാൻസ്ക്രിറ്റിൽ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത സാധനങ്ങളെയൊക്കെയാണ് നമ്മൾ, ഐ മീൻ വേർഡ്സിനെയൊക്കെയാണ് നമ്മൾ ദേശജ് എന്ന് പറയുന്നത്. വേ അപ്നെ ഹി ദേശ് മേ ബോൽചാൽ സെ ബനെ ഹെ എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ നാട്ടിൽ നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജസിൽ എന്ന് വെച്ചാൽ നമ്മുടെ നേഷനിൽ കൊളോക്കിയൽ ഓരോ സ്ഥലത്ത് ഓരോ ലാംഗ്വേജസ് എന്നൊക്കെ പുറത്തേക്ക് വന്ന ചില വേർഡ്സ് ഉണ്ട് ഹിന്ദിയിൽ. അതാണ് ദേശജ് വേർഡ്സ് എന്ന് പറയുന്നത്, ദേശജ് ശബ്ദ്. ജैसे ചിടിയ, കപ്പട, ലോട്ട, കട്ടോറ, ഖിഡ്കി ആദി. ഇനി വിദേശി, പുറത്തുനിന്നുള്ള ലാംഗ്വേജസ് ലൈക്ക് അംഗ്രേസി എന്ന് വെച്ചാൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പുർത്തഗാലി എന്ന് വെച്ചാൽ പോർച്ചുഗീസ് എന്നാണ്, അറബി, ഫാർസി, തുർക്കി ആദി വിദേശി ഭാഷാവോ സെ ആയ ഹെ എന്ന് വെച്ചാൽ തുർക്കി എന്ന് വെച്ചാൽ ടർക്കിഷ് അങ്ങനത്തെ ലാംഗ്വേജസ് എന്നൊക്കെ, ഫാർസി എന്ന് വെച്ചാൽ പാർസി ലാംഗ്വേജ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പുറമേ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഓരോ വേർഡ്സിനെ അങ്ങനെ ഹിന്ദിയിലേക്ക് യൂസ് ചെയ്യണതാണ് നമ്മൾ വിദേശി ശബ്ദം എന്ന് പറയുന്നത്. ജैसे കിതാബ്, ജില്ല, തെഹസീൽ, ഇതൊക്കെ പുറത്തുള്ള ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മെയിൻലി ഈ ഉറുദു ഒക്കെ വരുന്ന ലാംഗ്വേജസ് ഒന്ന് കുറേ എടുത്തിട്ടുണ്ട് ഹിന്ദിയിലേക്ക്. പിന്നെ ഗവ, ചാലാക്, ദർവാസ, കോട്ട്, ഫീസ് ഒക്കെ ഇംഗ്ലീഷിൽ നിന്ന് എടുത്തതാണ്. ട്രെയിൻ, എൻജിൻ, അങ്ങനത്തെ വേർഡ്സ് കുറേ എണ്ണം പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്, അതൊക്കെ വിദേശിയാണ്. ഇനി ലാസ്റ്റ് ഏതാ, പ്രയോഗ് കെ ആധാർ പർ. പ്രയോഗ് കെ ആധാർ പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേജിൻ്റെ ബേസിസിൽ അതിൽ രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് വികാരി, ഒന്ന് അവികാരി. അപ്പോൾ വികാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു വേർഡ് എടുക്കുക, നമ്മൾ ലടുക്ക എന്നുള്ള വേർഡ് എടുത്തു വിചാരിക്കുക. ഈ ലടുക്ക എന്നുള്ള വേർഡ് നമ്മളിപ്പോൾ ലിംഗ് 4 ബേസിസ് ഉണ്ട്. ലിംഗ് എന്ന് വെച്ചാൽ ജെൻഡർ, പിന്നെ വച്ചൻ എന്ന് വെച്ചാൽ സിംഗുലർ, പ്ലൂറൽ, മറ്റേ എത്ര കൗണ്ടൊക്കെ നോക്കണം. പിന്നെ കാരക്, നമുക്ക് എന്താ ഈ മേപ്പർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അതിൻ്റെ ബേസിസിൽ ഇപ്പോൾ ലടുക്ക എന്നുള്ള വേർഡ് ജെൻഡറിലാണെങ്കിൽ രണ്ടെണ്ണമായിട്ട് പറയാം, ലടുക്ക എന്നും പറയാം, ലടുക്കി എന്നും പറയാം. പിന്നെ വച്ചൻ്റെ ബേസിസിൽ ലടുക്ക എന്നും പറയാം, ലടുക്കേ എന്നും പറയാം. അപ്പോൾ അതിന് ആ വേർഡിന് ചേഞ്ച് വരുന്നുണ്ടോ, ഈ ലിംഗ് അല്ലെങ്കിൽ വച്ചൻ അല്ലെങ്കിൽ കാരക്കൊക്കെ മാറുമ്പോൾ അതിന് ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനത്തെ വേർഡ്സിനെയാണ് വികാരി ശബ്ദം എന്ന് പറയാം. ഈ വികാരി ശബ്ദം എങ്ങനത്തെയെന്ന് അറിയോ, നമ്മുടെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൽ കുറേ നമ്മൾ 8 എണ്ണത്തിനെ ഇവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആദ്യം ഏതൊക്കെയായിരുന്നു, നൗൺ, പ്രോനൗൺ, വേർബ് ആൻഡ് അഡ്ജക്റ്റീവ്. ഇതിൻ്റെയൊക്കെ ഹിന്ദിയാണ്, ഈ നൗണിൻ്റെ ഹിന്ദിയാണ് സംഖ്യ, പിന്നെ പ്രോനൗണിൻ്റെയാണ് സർവനാം, പിന്നെ വേർബിൻ്റെ ക്രിയ, അഡ്ജക്റ്റീവിൻ്റെ വിശേഷൻ. ഈ 4 എണ്ണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലടുക്ക പറയുന്നത് ഒരു നൗണാണല്ലോ, അപ്പോൾ ഈ 4 എണ്ണം ഈ ജെൻഡർ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ലിംഗ്, വച്ചൻ, കാരക് ഇതിൻ്റെയൊക്കെ ബേസിസിൽ ചേഞ്ച് ആവും. അതിനെയാണ് വികാരി ശബ്ദം എന്ന് പറയുക. അവികാരി എന്ന് വെച്ചാൽ ബാക്കിയുള്ള 4 എണ്ണല്ലേ, അഡ്വേർബ്, പിന്നെ പ്രിപ്പൊസിഷൻ, കൺജങ്ഷൻ, പിന്നെ ഇൻ്റർജെക്ഷൻ.
ഈ 4 ഉള്ളത് ഈ 4 വേർഡ്സ് എന്ന് വെച്ചാൽ 4 ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന വേർഡ്സ് ഒന്നും ജെൻഡർ അല്ലെങ്കിൽ ഇതിന്റെ ബേസിസിൽ ചേഞ്ച് ആവില്ല. കാരണം അവർ നോൺ ലിവിങ് തിങ്സ് ആയിരിക്കും. ഫസ്റ്റ് തിങ് ക്രിയാവിശേഷൻ ഈ അഡ്വേർബ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ സ്ലോലി, പിന്നെ അങ്ങനെ ഒരു പ്രിപ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ നീച്ചെ ഊപ്പർ എന്നൊക്കെ വരുന്നത്. അതൊന്നും ജെൻഡറിന്റെ ബേസിസിൽ ചേഞ്ച് ആവില്ല, കാരണം അത് നോൺ ലിവിങ് ആണ്. പിന്നെ പിന്നെ എന്തൊക്കെ വചനം വെച്ചിട്ട് ചേഞ്ച് ആവില്ല, കാരണം നോൺ ലിവിങ് ആയിട്ടും അതിനെ കൂട്ടാൻ പറ്റില്ല. ഇതൊന്നും സാധനങ്ങളെ അല്ല പറയുക. അഡ്വേർബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 4 സാധനങ്ങൾ എന്ന് വെച്ചാൽ സംഖ്യ, സർവനാം, വിശേഷൻ, ക്രിയ, ഇവരെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ ഒക്കെ യൂസ് ചെയ്യണത്. അല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് ജെൻഡറും പിന്നെ വചൻ, കാരക്കിന്റെ ബേസിസിൽ ഇവർ ചേഞ്ച് ആവില്ല. അതുകൊണ്ടാണ് ഇവരെ അവികാരി ശബ്ദം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ചാപ്റ്റർ. അപ്പോൾ അതിൽ മെയിനായിട്ട് എന്താ, ശബ്ദത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കണം. പിന്നെ അർത്ഥത്തിന്റെ ആധാറിൽ 3 ടൈപ്പ് ഉണ്ട്, വ്യുത്പത്തിയുടെ ആധാറിൽ 3 ടൈപ്പ് ഉണ്ട്, ഉത്പത്തിയിൽ 4 ഉണ്ട്, പ്രയോഗിൽ 2 ഉള്ളൂ. ഇത് ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ടേബിൾ ആയിട്ട് നമ്മൾ ടൈപ്സ് ഇങ്ങനെ വെറുതെ പേരുകൾ എഴുതി വെക്കുക, ബാക്കി നമ്മൾ പഠിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ.